തരൂർ നേരത്തെ പറഞ്ഞ അപര സാന്നിധ്യം കേരളത്തിൽ മുൻപും പല അട്ടിമറികൾക്കും ഇടവെച്ചിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട തോൽവിയായിരുന്നു VM സുധീരന്റേത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സുധീരന്റെ കാര്യമുണ്ട്, K സുരേന്ദ്രന്റെ കാര്യമുണ്ട്. പക്ഷേ ഒരു തോൽവിയിലേക്ക് പ്രമുഖ സ്ഥാനാർത്ഥികളെ തള്ളിവിടാൻ പാകത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ട് അപരന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കരുതാനാവുമോ? പലരും അപരന്മാർക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നുണ്ട്. പക്ഷെ അത്ര കണ്ട് വിജയം കൈവരിക്കാൻ കഴിയുന്നുണ്ടോ? മഞ്ജുഷ, അപരന്മാർ പല തെരഞ്ഞെടുപ്പിലും മത്സരിക്കാറുണ്ട്. പക്ഷേ അത്യപൂർവമായി മാത്രമാണ് അപരന്മാരുടെ പിടിക്കുന്ന വോട്ട് കൊണ്ട് പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് തന്റെ വിജയം മറിഞ്ഞു പോകുന്നത്. അതിൽ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ VM സുധീരനാണ്. VM സുധീരൻ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ KS മനോജ് ആയിരുന്നു എതിരാളിയായി മത്സരിക്കുന്നത് 2004 തെരഞ്ഞെടുപ്പിൽ. അന്ന് VM സുധീരന്റെ എതിരെ മറ്റൊരു VS സുധീരൻ മത്സരിച്ചു. VS സുധീരൻ മത്സരിച്ച് നേടിയത് 8282 വോട്ടാണ്. 1009 വോട്ടിനാണ് VM സുധീരൻ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് കണക്ക് കൂട്ടണം. അപരനായി അല്ല ആര് നോമിനേഷൻ കൊടുത്താലും ചിലപ്പോൾ 10-500 വോട്ടൊക്കെ സ്വാഭാവികമായും അവർക്ക് അറിയാതെയും അല്ലാതെയും ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ 8222 വോട്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അന്ന് കൈപ്പത്തിയായിരുന്നു VM സുധീരന്റെ ചിഹ്നമെങ്കിൽ ഷട്ടിൽ കോക്ക് ആയിരുന്നു അന്ന് VS സുധീരന്റെ ചിഹ്നം. ഷട്ടിൽ കോക്കും കൈപ്പത്തിയും തമ്മിൽ ബാലറ്റ് പേപ്പറിൽ അച്ചടിക്കുന്നത് കാണുമ്പോൾ ഏകദേശം സമാനമായ ചിഹ്നമാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അത്രയേറെ വോട്ട് വന്നതും VM സുധീരൻ പരാജയപ്പെട്ടു പോകുന്നതും. അന്ന് വിജയിച്ചിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രിയൊക്കെ ആവേണ്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതോടുകൂടി അദ്ദേഹത്തിന്റെ പാർലമെന്ററി കരിയർ തന്നെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരമൊരു അപരന്റെ സാന്നിധ്യം കൊണ്ട് പാർലമെന്ററി കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു നേതാവ് കൂടിയാണ് VM സുധീരൻ. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിന്റെ വിഷയം പറഞ്ഞാൽ അത് T ശശിധരനാണ്. T ശശിധരൻ മത്സരിക്കുമ്പോൾ T ശശിധരന്റെ പോരാട്ടത്തിൽ ഇരിങ്ങാലക്കുട നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ 2001 406 വോട്ടാണ് കേരള കോൺഗ്രസിലെ മാണി വിഭാഗത്തിലെ തോമസ് ഉണ്ണിയാടനോട് പരാജയപ്പെടുന്നത്. അന്ന് 1867 വോട്ടാണ് മറ്റൊരു ശശിധരൻ നേടിയത്. ആകെ മറ്റൊരു ശശിധരൻ നേടിയ വോട്ടിന്റെ 4-1 വോട്ടുകൾക്കാണ് T ശശിധരൻ പരാജയപ്പെടുന്നത്. ശശിധരന്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവരൻ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പരാജയം മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ആയിരുന്നു. K സുരേന്ദ്രൻ 89 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അന്ന് K സുന്ദരൻ നേടിയത് 467 വോട്ടാണ്. ഈ K സുന്ദരയ്ക്ക് നേടിയ വോട്ടുകളിൽ ഒരു ഭാഗമെങ്കിലും അല്ലെങ്കിൽ 401 വോട്ടെങ്കിലും K സുരേന്ദ്രൻ ലഭിച്ചിരുന്നെങ്കിൽ പൂർണ്ണമായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഈ വോട്ടിന്റെ എണ്ണത്തിൽ വരുന്നൊരു വലിയ വ്യത്യാസം കൊണ്ട് തന്നെ അത് സുരേന്ദ്രൻ ലഭിച്ചിരുന്നെങ്കിൽ സുരേന്ദ്രന് അന്ന് കേരളത്തിൽ MLA ആയി മാറാൻ കഴിയുമായിരുന്നു. കേരളത്തിൽ BJPയുടെ വടക്കൻ കേരളത്തിൽ നിന്ന് ഒരു താമര വിരിയുമായിരുന്നു. അങ്ങനെ ഒരു നഷ്ടവും കൂടി K സുരേന്ദ്രന് ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റൊരു പരാജയം സംബന്ധിച്ചത് AN ഷംസീറിനാണ്. AN ഷംസീർ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് 2014 മത്സരിക്കുമ്പോൾ AN ഷംസീർ പരാജയപ്പെട്ടത് 3306 വോട്ടിനാണ്. AN ഷംസീറിന്റെ അപരനായി നിന്ന് ഷംസീറിന് ലഭിച്ചത് 3485 വോട്ടാണ്. അത് ചെറിയ വോട്ട് ആണെങ്കിൽ പോലും ആ വോട്ടുകൾ പൂർണ്ണമായും ഷംസീറിന് ലഭിച്ചിരുന്നെങ്കിൽ ഷംസീറിനെ സംബന്ധിച്ച് അന്ന് നിസ്സാര വോട്ടുകൾക്കാണെങ്കിൽ പോലും 100 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലൊക്കെ ചിലപ്പോൾ ജയിക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഫലം മാറി മറിയാൻ സാധ്യതയുണ്ടായിരുന്നു. മറ്റൊന്ന് പറയാൻ കഴിയുന്നത് PA മുഹമ്മദ് റിയാസും MK രാഘവനും തമ്മിലുള്ള പോരാട്ടമാണ്. PA മുഹമ്മദ് റിയാസും MK രാഘവനും തമ്മിലുള്ള പോരാട്ടത്തിൽ 2009 കോഴിക്കോട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരും അപരന്മാരെ മത്സരിപ്പിച്ചെന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരു അപരനെ മത്സരിപ്പിച്ചതുകൊണ്ട് എതിരാളി മാത്രം മത്സരിപ്പിച്ചു. സുധീരന്റെ കേസിലാണെങ്കിൽ എതിരാളിയാണ് അപരനെ മത്സരിപ്പിച്ചത്. മറ്റു കേസുകളിലൊക്കെയും എതിരാളികളുടെ അപരന്മാരാണ് ശക്തരായിരുന്നത്. ഇവിടെ MK രാഘവന് 2 അപരന്മാരും മുഹമ്മദ് റിയാസിന് 3 അപരന്മാരും ഉണ്ടായിരുന്നു. MK രാഘവന്റെ 2 അപരന്മാർ 2743 വോട്ടും മുഹമ്മദ് റിയാസിന്റെ 3 അപരന്മാർ 6371 വോട്ടും നേടി 838 വോട്ടിനാണ് മുഹമ്മദ് റിയാസ് പരാജയപ്പെട്ടത്. ഈ അപരന്മാർ രണ്ട് ഭാഗത്തുമില്ലായിരുന്നെങ്കിലും ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെയും മുഹമ്മദ് റിയാസിന് ജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള സമാനമായ രീതിയിലൊക്കെ പല കണക്കുകളുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തെ തന്നെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ജയപരാജയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ പ്രധാനപ്പെട്ട അപരന്മാർ ഇതാണ്. ശരി കിരൺ ബാബു, എന്തായാലും ഇത്തവണയും അപരന്മാരെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി എതിരാളികൾ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനാണ്.